ഹായ് ഫ്രണ്ട്സ്, സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് ശങ്കരനെയും സാവിത്രിയെയും അഞ്ജുവും ശിവനും ചന്ദ്രോത്തേക്ക് കാറിൽ കൊണ്ടുവിടുകയായിരുന്നല്ലോ. വഴിയിൽ വെച്ച് നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് ചിലത് സംസാരിക്കാനുണ്ടെന്ന് ശങ്കരൻ പറഞ്ഞപ്പോൾ ശിവൻ കാറ് സൈഡാക്കി പാർക്ക് ചെയ്തു. അതുവരെയുമാണ് ഇന്നലത്തെ സാന്ത്വനം എപ്പിസോഡ് അവസാനിച്ചത്. തന്റെ ഭാഗത്തു വന്നുപോയ തെറ്റ് ശങ്കരൻ ഏറ്റു പറഞ്ഞു. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തു നിന്നാണ് ഇപ്പോൾ സാന്ത്വനം കുടുംബം കരകയറിയിരുന്നത്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി പോവുകയും എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാൻ കൂടെ ആകുമായിരുന്നു. കാരണം ഞാനാണല്ലോ തമ്പിക്കെതിരെ മത്സരിക്കണം എന്നും കാശുകാരാകണമെന്നും നിങ്ങളെ ഉപദേശിച്ചത്. പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയധികം ആവേശത്തോടെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അല്പം സാവകാശത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ നീക്കാമായിരുന്നു എന്നാണ് ശങ്കരൻ പറയുന്നത്. മാത്രമല്ല, ശിവൻ ഇനി കടയിലേക്ക് പോകണമെന്നും ശങ്കരൻ ഉപദേശിക്കുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങൾ ഇനി കുറച്ചു കാലം അഞ്ജു ഒറ്റയ്ക്ക് നോക്കട്ടെ. നിങ്ങൾക്കു വേണ്ടി മാത്രം ഓടിയ ബാലനെ തനിച്ചാക്കരുത്. ശിവൻ കടയിൽ പോകണം. സാവിത്രി എതിർത്തെങ്കിലും അതാണ് ശരിയെന്ന് ശങ്കരൻ ആവർത്തിച്ചു. ശങ്കരനെയും സാവിത്രിയെയും കൊണ്ടുവിട്ടതിനു ശേഷം സ്ഥിരമായി ഇരിക്കുന്ന കവലയിലെ മരച്ചുവട്ടിൽ അഞ്ജുവും ശിവനും കുറെ നേരം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? അമ്മാവൻ പറഞ്ഞത് ശരിയാണ്. വല്യേട്ടനെ ഒറ്റപ്പെടുത്തരുതായിരുന്നു. തമ്പിയെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യം മാത്രമേ അപ്പോൾ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതുകാരണം മറ്റുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി അങ്ങനെ ആയാൽ പോരാ. എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നാണ് അഞ്ജുവിനോട് ശിവൻ ചോദിക്കുന്നത്. മരിക്കാനാണെങ്കിലും കൂടെ ഇറങ്ങിയ തന്നോടോ ഈ ചോദ്യം എന്ന് അഞ്ജു തിരിച്ചു ചോദിക്കുന്നു. വീട്ടിലും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ കൊഞ്ചിക്കുകയായിരുന്നു ഹരി. കുറെ നാളുകൾക്ക് ശേഷം ഹരിയുടെ മുഖത്ത് നിറഞ്ഞ ചിരി കണ്ട സന്തോഷം അപ്പുവിനുമുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം അപ്പു പറയുന്നത്. നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോയാലോ എന്ന്. ഈ മുറിയിൽ ഞാനും കുഞ്ഞും കിടക്കാൻ തുടങ്ങിയതോടെ ബാലേട്ടനും ദേവിയേട്ടത്തിക്കും ഒരുമിച്ച് കുടുംബത്തിലെ പല കാര്യങ്ങളും സംസാരിച്ച് തീരുമാനിക്കാൻ കഴിയാതെ പോയതിന്റെ പാകപ്പിഴയാണ് ഇപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് ഞാനും കുഞ്ഞും നമ്മുടെ മുറിയിലേക്ക് മാറാം എന്നു കരുതി ദേവിയേട്ടത്തി ഞങ്ങളുടെ ഒപ്പം ആ മുറിയിൽ തന്നെ കിടക്കും. അവരുടെ പ്രൈവസി നമ്മളായിട്ട് മുടക്കണ്ട എന്ന് അപ്പു പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഹരിക്കും തോന്നി. കേട്ടുകൊണ്ടുവന്ന ദേവി ആദ്യം സമ്മതിച്ചില്ല. അറിഞ്ഞപ്പോൾ ബാലനും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അപ്പുവും ഹരിയും നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു. സ്വന്തം മുറിയിലേക്ക് എത്തിയപ്പോൾ അപ്പുവിന് കുറച്ചുകൂടി ആശ്വാസവും സന്തോഷവുമായി. അക്കാര്യം ഹരിയോട് പറയുമ്പോഴാണ് കുഞ്ഞു കരഞ്ഞത്. അതിനെ എടുത്ത് താലോലിച്ച് ഹരി മനോഹരമായ ഒരു പാട്ട് പാടി. അത് കണ്ട് അപ്പുവിന് സന്തോഷമായി. കുഞ്ഞുറങ്ങിയ ശേഷം ഹരിയുടെ മുഖത്തെന്തോ ഒരു വൈക്ലഭ്യം. നമ്മുടെ കുഞ്ഞു പിറന്നു വീണത് പ്രാരാബ്ദങ്ങൾക്ക് നടുവിലാണല്ലോ എന്ന ഹരിയുടെ സങ്കടത്തിന് പോസിറ്റീവായി മറുപടി നൽകാൻ അപ്പു ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ കാരാഗ്രഹത്തിൽ പിറന്നതല്ലേ, അതുകൊണ്ട് നമ്മളുടെ മകളും എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് വരും. ഇപ്പോൾ ബിസിനസ് എന്നും പറഞ്ഞ് ബാലേട്ടനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കണ്ട. തൽക്കാലം നമുക്ക് അഞ്ജുവിന്റെയും ശിവന്റെയും പണം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം. അതുവരെയും നീ കടയിൽ പൊയ്ക്കോ എന്ന് അപ്പു പറഞ്ഞത് ഹരിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അതുവരെയുമാണ് ഇന്നത്തെ സാന്ത്വനം എപ്പിസോഡ്.